പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചൊവ്വാഴ്ച കൂടി സമ്മാനിച്ച സർവശക്തനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ കഴിഞ്ഞ വിശുദ്ധ ദിവസം നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഈ ചൊവ്വാഴ്ചയുടെ പകൽക്കാലം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. ദൈവം നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നത് ഇത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ സമസൃഷ്ടികൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ ജനത്തിന് വേണ്ടി യാചിപ്പാനോ യാതൊരു നന്മയും യോഗ്യതയും ഇല്ലാത്തവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അവിശ്വസ്തരായിരിക്കുന്ന നമ്മളെ വിശ്വസ്തരെ എണ്ണിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ യാചിക്കേണ്ടതിനും മറ്റുള്ളവർക്ക് വേണ്ടി കരയേണ്ടതിനും ദൈവം നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള മഹാസ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പാപികളും ദോഷികളുമാകുന്ന നമ്മെ തള്ളിക്കളയാതെ വണ്ണം, നമ്മുടെ കുറവുകൾ കണക്കിടാതെ വണ്ണം, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാതെ വണ്ണം ഇതുവരെയും ദൈവം നമ്മെ വഴി നടത്തി. നമ്മുടെ താഴ്ചകളിലും വീഴ്ചകളിലുമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരം കൂടിയിരുന്നു കൊണ്ട് നിലം പരിചാകാതെ വണ്ണം വലങ്കരത്തിൽ പിടിച്ചുകൊണ്ട് വഴി നടത്തിയതായിട്ടുള്ള സ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് കരയുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ അവസരമില്ല എങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അനവധി അവസരങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിലുണ്ട്. ദൈവസന്നിധിയിൽ ഏക മനസ്സോടുകൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്തോടുകൂടി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ യാചനകൾക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുവരെയും നമ്മൾ പ്രാർത്ഥിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് നൽകി തന്നു. അസാധ്യമായ യാതൊന്നുമില്ലാത്തവനായിട്ടുള്ള സർവശക്തനായ ദൈവം സകലതും നമുക്ക് സാധ്യമാക്കി നൽകി. ഇന്നത്തെ പ്രാർത്ഥനയിലും നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള എല്ലാ അപേക്ഷകളും ദൈവം സാധ്യമാക്കി തരിക തന്നെ ചെയ്യും. അനവധി വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. ഓരോ ദിവസവും അപകടങ്ങൾ, അനർത്ഥങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അനവധി അപകടങ്ങൾ മൂലം അനവധി യുവാക്കളും അനവധി സഹോദരി സഹോദരന്മാരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ കൊടും വേനലിൽ മഴയില്ലാതെ വണ്ണം, വെള്ളമില്ലാതെ വണ്ണം അനവധി ഇടങ്ങൾ ഭാരപ്പെടുന്നു. സകല വിഷയങ്ങളും ദൈവസന്നിധിയിൽ ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മെ ദൈവം പ്രാർത്ഥിക്കേണ്ടതിനും ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കരയേണ്ടതിനും വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്ഷാമകാലത്തും നമ്മെ ക്ഷേമമായി പോറ്റി പുലർത്തുന്നത് ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുപോലെ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വരുന്നതായിട്ടുള്ള ജനം മുടങ്ങാതെ കടന്നു വരുവാനും അവർ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതെ വണ്ണം ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടതിനും നമുക്ക് പ്രാർത്ഥിക്കണം. അനവധി പേർ കഷ്ടതയിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പലവിധമായിട്ടുള്ള രോഗങ്ങളാലും ഭാരപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വരുന്ന എല്ലാവർക്കും ദൈവമേ വിടുതൽ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ പിന്മാറ്റത്തിലായിരിക്കുന്ന അനവധി പേരുണ്ട്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടതിന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ നാളുകളിലായി അനവധി മക്കൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഇനിയും ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കടന്നു വന്ന് ആരാധിച്ചതായിട്ടുള്ള എല്ലാവരും ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടതിനും അവർ എല്ലാവരും ആ സ്വർഗരാജ്യം പ്രാപിക്കേണ്ടതിനും ദൈവമേ നീ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആലയം വളരുവാൻ, ദൈവത്തിൻ്റെ ആലയം വിസ്തീർണമായി തീരുവാൻ, ദൈവം അരുളി ചെയ്തതായിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ ആലയത്തിൽ നിവർത്തിയാകേണ്ടതിന് പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാനമായി ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നും ദൈവവചനം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തപ്പെടണം. അനവധി പേർ കൊയ്ത്തിനായിക്കൊണ്ട് അനവധി പേരെ ദൈവം ഒരുക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം.
ഈ അന്ത്യകാലത്ത് ക്ഷാമവും പട്ടിണിയും ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തെ അറിയാതെ ഒരു കുഞ്ഞു പോലും നശിച്ചു പോകുവാൻ ഇടവരരുതേ. അനവധി പേര് നീ കൊയ്ത്തിനായിക്കൊണ്ട്, നിന്റെ വേലയ്ക്കായിക്കൊണ്ട് നീ തിരഞ്ഞെടുക്കണമേ. അനവധി ദേശങ്ങളെ നീ തിരഞ്ഞെടുക്കണമേ. അനവധി സംസ്ഥാനങ്ങളെ നീ തിരഞ്ഞെടുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ കാട്ടുമൃഗങ്ങളുടെ ശല്യം നിമിത്തം ഓരോ ദിവസവും അനവധി പേർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനവധി വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ടുണ്ട്. എത്ര പ്രാർത്ഥിച്ചാലും തീരാത്തതായിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. ഭരിക്കുന്നതായിട്ടുള്ള ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സാധാരണ ജനങ്ങൾക്ക്, പാവങ്ങൾക്ക് യാതൊന്നും ലഭിക്കാതെ വണ്ണം നിത്യോപയോഗ സാധനങ്ങളെല്ലാം വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ എന്തെല്ലാം കുറവ് വന്നാലും സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള നമുക്കൊരു കുറവും വരാതെ വണ്ണം ജീവനുള്ള ദൈവം നമ്മെ പരിപാലിക്കുക തന്നെ ചെയ്യും. എന്നാൽ ദൈവത്തെ അറിയാത്തതായിട്ടുള്ള നശിച്ചു പോകുന്നതായിട്ടുള്ള ജനത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാതെ ആത്മാവിൽ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് കടന്നു വന്നതായിട്ടുള്ള എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആലയത്തിൽ നമ്മെ ഒരു കുടുംബമായി ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് ഇതുവരെയും വഴി നടത്തി നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായ്മയോടുകൂടി നിൽക്കുവാനും ഒരു മനസ്സോടുകൂടി ദൈവത്തിന്റെ ആലയത്തിൽ പ്രവർത്തിപ്പാനും അനവധി വീഴ്ചകളും കുറവുകളും എല്ലാം ഉണ്ടെങ്കിലും അതൊന്നും കണക്കിടാതെ വണ്ണം ദൈവം ഇതുവരെയും നിലനിർത്തി ഇനിയും ഏക മനസ്സോടുകൂടി ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിനായിക്കൊണ്ട് എല്ലാം അങ്ങയുടെ മഹത്വത്തിനും എല്ലാം അങ്ങയുടെ പുകഴ്ചയ്ക്കുമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ദൈവം അതിനായി സഹായിക്കുമാറാകട്ടെ. ഇന്ന് കടന്നു വന്നതായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. 44 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 44-ാമത്തെ സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇവിടെ തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്. 2, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. 3-ാമത് പറയുന്നത് നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. 4-ാമത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. നാം ഇന്ന് ആയിരിക്കുന്നതായിട്ടുള്ള ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് സർവശക്തനായ ദൈവമാണ്. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് കോരഹ് പുത്രന്മാരുടെ ഒരു ധ്യാനമാണ്. ആരാണ് കോരഹ് പുത്രന്മാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായിട്ട് അറിയാം. മോശയോടും അഹരോനോടും ദൈവസഭയോടും ദൈവത്തോടും മത്സരിച്ചതായിട്ടുള്ള ഒരു കുടുംബമാണ് കോരഹിന്റെ കുടുംബം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ മോശയ്ക്കും അഹരോനും ദൈവത്തിനും വിരോധമായി അവർ പിറുപിറുത്തതുകൊണ്ട് ഭൂമി അവര് വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ അവരുടെ മക്കൾ ആ ഭൂമിക്കടിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ഭൂമി വിഴുങ്ങാതെ വണ്ണം ദൈവം അവരെ കാത്തു പരിപാലിച്ചു. എന്നാൽ രക്ഷപ്പെട്ടതായിട്ടുള്ള കോരഹിന്റെ മക്കൾ എഴുതിയതായിട്ടുള്ള സങ്കീർത്തനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്താണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്? തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. എന്റെ പിതാവ് മരിച്ചുപോയാലും കുടുംബം മരിച്ചുപോയാലും സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാകുന്നു എന്ന്
അവരുടെ മക്കൾ വ്യക്തമായിട്ട് അറിഞ്ഞതിന്റെ അനന്തര ഫലമാണ് ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരം അനവധി അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. നാം ഇന്ന് ആയിരിക്കുന്നതായിട്ടുള്ള ഈ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ ശ്രേഷ്ഠതയല്ല, യാതൊരു നന്മയുമല്ല, സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്ന് ദൈവത്തിന്റെ സ്നേഹമാണ് എന്ന് വ്യക്തമായിട്ട് അറിയുന്നവരും അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരും എത്ര പേരുണ്ട്? നമ്മൾ പലരും പലപ്പോഴും പറയാറുണ്ട്, എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ അറിവ് കൊണ്ടാണ്, എന്റെ പ്രവൃത്തി കൊണ്ടാണ്, എന്റെ ജോലി കൊണ്ടാണ്, എന്റെ സാമർത്ഥ്യം കൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലേക്ക് വന്നത് എന്ന് നാം പലപ്പോഴും ദൈവത്തെ മറന്നുകൊണ്ട് പറയാറുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ വിശ്വസ്തത, അത് മാത്രമാണ് നാം ഇന്ന് ആയിരിക്കുവാനുള്ള കാരണം. ഇവിടെ 44 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ തങ്ങളോട് വിവരിച്ചിരിക്കുന്നു. നീ ചെയ്തതായിട്ടുള്ള പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ അത് കേട്ടിരിക്കുന്നു. നിന്റെ കൈ കൊണ്ട് നീ ജാതികളെ പുറത്താക്കി, നിന്റെ കൈ കൊണ്ട് ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ചു, ഇവരെ പരക്കുമാറാക്കി. ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാകുന്നു. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാകുന്നു. നമുക്ക് സൗകര്യമായി, അനുഗ്രഹമായി, സന്തോഷമായി ജീവിക്കേണ്ടതിന് ജാതികളെയും വംശങ്ങളെയും നീക്കിക്കളയുന്നവനായ ദൈവമാകുന്നു. അതിന്റെ തെളിവ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: മോശയോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തം അവരുടെ നിലവിളിയും ഞാൻ കേട്ടിരിക്കുന്നു. അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും വിശാലമായ ദേശത്തേക്ക് നല്ലതും വിശാലവുമായ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നാം അതുപോലെ മിസ്രയീമ്യരുടെ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളെ പോലെ നാം ശത്രുവിന്റെ അടിമകളായിരുന്നു. നാം കരയുന്നവരായിരുന്നു. നമ്മെ രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അടിമവേല ചെയ്യുന്നവരായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നി. സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിച്ചു. സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിക്കൊണ്ട് ഫറവോനെയും അവന്റെ സകല സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടു. നമ്മെ സ്നേഹിക്കൊണ്ട് അവൻ മരുഭൂമിയെ മലർവാടിയാക്കി തീർത്തു. അവൻ നമ്മെ സ്നേഹിക്കൊണ്ട് ചെങ്കടലിനെ വിഭാഗിച്ച് നമ്മെ മറുകര കടത്തി. അവൻ നമ്മെ സ്നേഹിക്കൊണ്ട് ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചു. അവൻ നമ്മെ സ്നേഹിക്കൊണ്ട് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നമ്മോട് കൂടെ ഇരുന്നു. ശ്രേഷ്ഠമായ മന്ന നൽകി, കാടപ്പക്ഷിയെ നൽകി. നമുക്കൊരു കുറവും വരാതെ വണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഇതുവരെ കാത്തു പരിപാലിച്ചു. ഒരൊറ്റ കാരണം കൊണ്ടാണ് അവന് നമ്മോട് പ്രീതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് പുകഴുവാനും പ്രശംസിപ്പാനും ഒന്നുമില്ല. ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ മനസ്സലിവാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുവാനുള്ള കാരണം. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ശിശുക്കളായിരുന്നു. എന്നാൽ നീ ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതായിട്ടുള്ള സ്നേഹം എത്ര വലുതാകുന്നു എന്ന് ഞങ്ങൾ ഇന്ന് അറിയുന്നു. ഇന്ന് നാം മറന്നു പോകുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നാം മറന്നു പോകുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എനിക്ക് നിങ്ങളോട് പ്രിയമുണ്ട്, എനിക്ക് നിങ്ങളെ അത്രയധികം ഇഷ്ടമാകുന്നു. അതുകൊണ്ടാണ് നമ്മെ ശ്രേഷ്ഠ ജാതിയായി, വിശുദ്ധ ജനമായി, സ്വന്തം ജനമായി അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്? നാം ഇപ്പോൾ പാടി, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി,
ജീവൻ വെച്ചിടും. എന്റെ രക്ഷകനായി അന്ത്യശ്വാസം പോകുന്നത് വരെയും അവൻ നമ്മെ സ്നേഹിച്ചത് അവനോടുകൂടെ യാത്ര ചെയ്യുവാനാണ്. അവൻ നമ്മെ സ്നേഹിച്ചത് അവന് വേണ്ടി യുദ്ധം ചെയ്യുവാനാണ്. അവൻ നമ്മെ സ്നേഹിച്ചത് അവന്റെ സാക്ഷിയായി തീരുവാനാണ്. അവൻ നമ്മെ സ്നേഹിച്ചത് അവസാനത്തോളം അവന്റെ പിന്നാലെ നാം പോകേണ്ടതിന് വേണ്ടിയാണ്. ഞെരുക്കത്തിന്റെ അപ്പം തിന്നാലും പാട്ടുകാരൻ പാടുന്നു, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അവരെ മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുമെന്നുള്ളത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചതല്ല ഫറവോന്റെ കയ്യിൽ നിന്ന് അവർ രക്ഷ പ്രാപിക്കുമെന്നുള്ളത്. എന്നാൽ സർവശക്തനായ ദൈവത്തിന് അവരോട് പ്രീതിയുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിച്ചവരല്ല. ഈ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമ്മൾ ഓർത്തതല്ല. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിച്ചു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ പേർ ചൊല്ലി അവൻ വിളിച്ചു. പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നമ്മെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു. അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുവാനുള്ള കാരണം. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള സ്നേഹം ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമുക്ക് ദൈവത്തോടുണ്ടോ? ദൈവം നമ്മെ കരുതിയതായിട്ടുള്ള കരുതലിന്റെ ഒരംശം നാം ദൈവത്തെ സ്നേഹിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പാട്ടുകാരൻ പാടുന്നു, ഞെരുക്കത്തിന്റെ അപ്പം ഞാൻ തിന്നാലും കഷ്ടതയുടെ കണ്ണുനീർ ഞാൻ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചു പോയാലും എല്ലാം എന്റെ ജീവിതത്തിൽ പ്രതികൂലമായിരുന്നാലും ഞാൻ യാത്ര ചെയ്യും. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കണ്ട ഒരു ദൈവമുണ്ട്, എന്റെ കഷ്ടത മാറ്റിയ ഒരു ദൈവമുണ്ട്, എന്റെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ചവനായിട്ടുള്ള ഒരു ദൈവമുണ്ട്. എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരികയില്ല. എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യും എന്റെ ക്രൂശിനെ നോക്കി. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച, എനിക്ക് വേണ്ടി മരണം അനുഭവിച്ച, എന്റെ പാപത്തിന്റെ ശിക്ഷകളെല്ലാം ഏറ്റെടുത്ത, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന എന്നോടുള്ള സ്നേഹം എന്താകുന്നു എന്ന് ജീവനെ നൽകിയ സ്നേഹം വെളിപ്പെടുത്തിയ ആ ക്രൂശിനെ നോക്കി ഞാൻ യാത്ര ചെയ്യും. ഇന്ന് നാം എവിടെ നോക്കിയാണ് യാത്ര ചെയ്യുന്നത്? ആരെ നോക്കിയാണ് നാം യാത്ര ചെയ്യുന്നത്? എന്ത് നേടുവാനാണ് നാം യാത്ര ചെയ്യുന്നത്? പാട്ടുകാരൻ പാടുന്നു, ഞാൻ ക്രൂശിനെ നോക്കി ഞാൻ യാത്ര ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും എന്നോടുകൂടെ സർവശക്തനായ ദൈവമുണ്ട്. ലോകം ത്യജിച്ചതാ സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാ സ്നേഹിതരും സ്വാഗതം ചെയ്യുന്ന ആ മഹൽ സദസ്സിലേക്ക് എനിക്കും പോകണം. അതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യും ക്രൂശിനെ നോക്കി. എന്റെ ജീവിതത്തിൽ പ്രതികൂലത്തെ ഞാൻ നോക്കുകയില്ല. പത്രോസ് നോക്കിയതുപോലെ കാറ്റിനെയും തിരമാലകളെയും ഞാൻ നോക്കുകയില്ല. ഞാൻ നോക്കുന്നത് എന്റെ കർത്താവിനെ നോക്കിയാണ്. എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച, എനിക്ക് വേണ്ടി മരണം ഏറ്റെടുത്തവനായിട്ടുള്ള, എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ മൂറ്റി തന്നവനായിട്ടുള്ള എന്റെ യേശുവിനെ നോക്കിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അവന് വേണ്ടി ഞാൻ ജീവിക്കും, അവന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും അന്ത്യശ്വാസം പോകുന്നത് വരെ. ഇന്ന് സർവശക്തനായ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നാം ഇവിടെ വന്ന് വെറുതെ ഇരുന്ന് കടന്നു പോകുവാനല്ല, അല്ലെങ്കിൽ എപ്രകാരമെങ്കിലും ആരാധിച്ചു പോകുവാനല്ല, എന്തെങ്കിലും പ്രാർത്ഥിച്ചു പോകുവാനല്ല. എന്റെ ജീവൻ പോകുന്നത് വരെയും ഞാൻ എൻ്റെ യേശുവിനോടുകൂടെ ആയിരിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് അവനോടുകൂടെ യാത്ര ചെയ്യുവാനാണ്. പ്രതികൂലങ്ങളെ നാം നോക്കേണ്ട.
ഇടവും വലവും ഉള്ളവരെ നാം നോക്കേണ്ട, നമ്മുടെ പുറകിലായിരിക്കുന്നവരെ നാം നോക്കേണ്ട, നമ്മുടെ മുമ്പിലുള്ളവരെ നാം നോക്കേണ്ട. സർവശക്തനായ ദൈവത്തെ നോക്കിയാൽ ഒരിക്കലും നീ ലജ്ജിക്കേണ്ടി വരികയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ദൈവം നമ്മെ ലജ്ജിക്കാത്ത സാക്ഷിയായി നിർത്തുവാൻ അവൻ മതിയായവനാണ്. നീ ആഗ്രഹിച്ചാൽ നിന്റെ ആഗ്രഹങ്ങളെ സാധ്യമാക്കുന്നവനാണ് ദൈവം. എന്തെല്ലാം തീച്ചുള എന്റെ ജീവിതത്തിൽ ഉണ്ടായാലും, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം, അഗ്നിയിൽ നാലാമനായി പ്രത്യക്ഷപ്പെടുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. തീച്ചൂള എനിക്ക് വിഷയമല്ല, സിംഹത്തിന്റെ കുഴി എനിക്ക് വിഷയമല്ല, രാജാവിന്റെ കൽപ്പന എനിക്ക് വിഷയമല്ല. എന്നെല്ലാം വന്നാലും ഞാൻ എന്റെ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യും. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്: തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. ഇന്ന് പകൽക്കാലം നാം കൂടി വന്നിരിക്കുന്നത് ജയം നേടേണ്ടതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നു. അവയിൽ നിന്ന് ഞങ്ങളുടെ സമശിഷ്ടികൾക്ക് ജയം നൽകണമേ. അവരെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. നമ്മുടെ കരം കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ അവർക്ക് ജയം നൽകുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുവാൻ, നമ്മുടെ യാചനകൾക്ക് ഉത്തരമരുളുവാൻ, നമ്മുടെ യാചനകളുടെ ശബ്ദം കേട്ട് ജയം നൽകുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. അവൻ ജയം നൽകുക തന്നെ ചെയ്യും. ദൈവവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് ഒരുപറ്റ മക്കൾ ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവം വിളിച്ചു വേർതിരിച്ചതായുള്ള കഷ്ടതയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും വിടുവിച്ചുകൊണ്ട് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നവനായിട്ടുള്ള ദൈവം ഇന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം യാചിക്കുമ്പോൾ, നാം അപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്? നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല, സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ട്, പിതാക്കന്മാരോട് താൻ ചെയ്തതായിട്ടുള്ള സത്യം പാലിക്കുന്നതും കൊണ്ടത്രേ. യഹോവ നിങ്ങളെ ബലമുള്ള കൈകൊണ്ടും അടിമവീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത്. അതിന് 1-ാമത്തെ ഭാഗത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല. ദൈവത്തിന് പ്രവർത്തിപ്പാൻ അധികം ആളുകളുടെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന്റെ വചനം വായിക്കുന്നു: ഏലിയാവ് ഏകനായി കർമ്മേലിന്റെ കൊടുമുടിയിൽ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി. അനേക ജാതികൾ, അനവധി സംഖ്യകൾ അവനെതിരായി നിന്നു. അവർ പ്രാർത്ഥിച്ചു, അവർക്ക് മറുപടി ലഭിച്ചില്ല. എന്നാൽ അവന് മറുപടി ലഭിക്കുവാനുള്ള ഒരു കാരണമുണ്ട്. അവൻ ഇരുപക്ഷത്തായിരിക്കുന്നവരെ ഒരു പക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനായ ദൈവത്തിന്റെ ദാസനായിരുന്നു. രണ്ടാമത് അവൻ ഇടിഞ്ഞു പോയതായിട്ടുള്ള യഹോവയുടെ യാഗപീഠങ്ങളെ നന്നാക്കുന്നവനായിരുന്നു. പിതാക്കന്മാരുടെ സംഖ്യകൾക്കൊത്തവണ്ണം കല്ലുകൾ എടുത്തു വെക്കുന്നവനായിരുന്നു. അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്റെ ദൈവമാകുന്നു എന്ന് ഉറപ്പവനുണ്ടായിരുന്നു. ഞാൻ ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും നിന്റെ കൽപ്പന പോലെ ചെയ്തിരിക്കുന്നു എന്നും ഈ ജനം അറിയേണ്ടതിന് ദൈവമേ നിന്റെ അഗ്നി ഇറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറക്കി അത്ഭുതം പ്രവർത്തിച്ചവനാണ് ദൈവം.
അപ്പോൾ സംഖ്യയിൽ പെരുപ്പം വേണ്ട ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരുവൻ മതി. വിശ്വാസമുള്ള ഒരുവൻ മതി, സമർപ്പണമുള്ള ഒരുവൻ മതി, പ്രത്യാശയുള്ള ഒരുവൻ മതി, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ മതി. ദൈവത്തിന്റെ മഹത്വം അവൻ അവിടെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അവിടെ സ്വർഗത്തിൽ നിന്ന് തീയിറക്കുകയും യാഗപീഠങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും ജീവനുള്ള ദൈവം യഹോവയാകുന്നു എന്ന് അവിടെ എല്ലാവരും അറിയുവാനിടയായി തീർന്നു. ഇന്ന് നമ്മുടെ ആഗ്രഹം അതായിരിക്കാം. അവൻ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഇസ്രായേലിൽ നീ ജീവനുള്ള ദൈവമാകുന്നു എന്ന് ഈ ജനം അറിയണം. ഇന്ന് നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ അനവധി ആവശ്യങ്ങളാണ് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇസ്രായേലിൽ നീ ദൈവമെന്ന് അറിയണം. ഹല്ലേലൂയ. ഈ ആലയം ദൈവത്തിന്റെ ആലയമാകുന്നു എന്നും ഈ ആലയത്തിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്നും ഇവിടെ അത്ഭുതം പ്രവർത്തിപ്പാൻ, ഇവിടെ അഗ്നി ഇറക്കുവാൻ, ഇവിടെ വീരപ്രവർത്തികൾ ചെയ്യുവാൻ മതിയായ ഒരു ദൈവമുണ്ടെന്ന് ലോകമറിയണം. ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞു ദൈവം ആരാണ് എന്നുള്ളത്, നമ്മൾ അറിഞ്ഞു ദൈവത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളത്, നമ്മൾ അറിഞ്ഞു ദൈവത്തിന്റെ രക്ഷ എന്താണ് എന്നുള്ളത്. എന്നാൽ അറിയാത്തതായിട്ടുള്ള അനവധി പേരുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അനവധി പേരുണ്ട്, ദൈവം ആരെന്നറിയാതെ സേവിക്കുന്നതായിട്ടുള്ള അനവധി പേരുണ്ട്. അവർ അറിയണമെങ്കിൽ നീ ദൈവത്തിന്റെ ദാസനായി ദൈവസന്നിധിയിൽ നിൽക്കണം. ഇന്ന് നാം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതിന് വേണ്ടി ദൈവം നമ്മെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇസ്രായേലിൽ നീ ദൈവം എന്നറിയണം. ഇതുവരെയും ദൈവം ഈ ആലയത്തിലുണ്ടെന്ന് ജാതികൾ അറിയുവാനിടയായി തീർന്നു. എന്നാൽ ജാതികൾ അറിഞ്ഞാൽ പോരാ, സകല ജാതികളും ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരണം. കടന്നു വരേണ്ടതിന് നമ്മൾ ഓരോരുത്തരും ഓരോ ഏലിയാവായി തീരണമെന്നുള്ളതാണ്. ദൈവത്തോടുകൂടെ നടക്കുന്ന, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ചെയ്യുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന, ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഏലിയാവായി നാം തീർന്നാൽ ദൈവം വലിയവ പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുകയാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. നമ്മെ പോലെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഏലിയാവ്. എന്നാൽ ഏലിയാവിന്റെ മേൽ പകർന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നമ്മിലേക്കും പകരുവാൻ അവൻ മതിയായവനായിട്ടുള്ള ദൈവമാകുന്നു. ഏലീശ പ്രാർത്ഥിച്ചത് എന്താണ്? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണമേ എന്നുള്ളത്. ഏലിയാവിന്റെ മേൽ പകർന്നതായിട്ടുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് ദൈവം ഏലീശയ്ക്ക് നൽകി. ആ നൽകിയവനായിട്ടുള്ള ദൈവം നമുക്ക് നൽകുവാൻ മതിയായവനാണ്. നമ്മുടെ സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഏലിയാവ്. എന്നാൽ അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ കൽപ്പന പോലെ പ്രവർത്തിക്കുന്നവനാണ്, ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനാണ്. കഷ്ടതയായാലും നഷ്ടമായാലും ഗുണമായാലും ദോഷമായാലും ദൈവം പറഞ്ഞതെന്താണോ അത് പറയുന്നവനായിരുന്നു ഏലിയാവ്. ഇന്ന് ഏലിയാവിനെ പോലെ ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കിയാൽ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും നിന്റെ കൽപ്പന പോലെ ചെയ്തിരിക്കുന്നു എന്നും ഈ ജനം അറിയണം. ഹല്ലേലൂയ. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ ജനം ദൈവത്തെ അറിയണം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന അത് മാത്രമായിരിക്കണം. ദൈവം ഈ ആലയത്തിൽ അരുളി ചെയ്തിട്ടുണ്ട്, 2.5 കോടി ജനം ഈ ആലയത്തിൽ കടന്നു വരുമെന്നുള്ളത്. എന്നാൽ 2.5 കോടി ജനം കടന്നു വരണമെങ്കിൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഏലിയാവിനെ പോലെ ആയിത്തീരണം. ജനം ദൈവത്തെ അറിയണം. കഷ്ടതയോടും പ്രയാസങ്ങളോടും കണ്ണുനീരോടും കൂടെ ജീവിക്കുന്നതായിട്ടുള്ള ജനം, നശിച്ചു പോകുന്നതായിട്ടുള്ള ജനം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതായിട്ടുള്ള ജനം യേശുവിനെ അറിയണം. ഹല്ലേലൂയ. അതിനെ അറിയണമെങ്കിൽ ഒരു ഏലിയാവായി നമ്മൾ ഓരോരുത്തരും തീരണം. അതിന് ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി യാഗപീഠങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ മനസ്സിലായി ജീവനുള്ള ദൈവം യഹോവയാകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ യാതൊരു പ്രവൃത്തികളും വേണ്ട. ഇന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ചാൽ മതി.
ജനം ജീവനുള്ള ദൈവത്തെ അറിയും. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരാൾ മതി, ദൈവം പ്രവർത്തിപ്പാൻ ഒരാളുടെ പ്രാർത്ഥന മതി, ദൈവം പ്രവർത്തിപ്പാൻ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന മതി. ഇന്ന് നാം അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ദൈവം. ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇന്ന് നാം അപ്രകാരം പ്രാർത്ഥിച്ചാൽ ജനം യേശുവിനെ അറിയും. നാം അവന്റെ കൽപ്പന പോലെ ചെയ്താൽ ജനം യേശുവിനെ അറിയും. എന്താണ് അവന്റെ കൽപ്പന? യേശു അടുത്ത് ചെന്ന് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളു. അപ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളോട് പ്രീതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ പേർ ചൊല്ലി വിളിച്ചത്. എന്തിനാണ് നിങ്ങളോട് പ്രീതി കാണിച്ചത്? ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് വേണ്ടിയാണ്. ആ ദൈവം നമ്മളോടുകൂടെ ഇരിക്കണമെങ്കിൽ ഒരു ഏലിയാവായി നാം തീരണം. അവൻ നമ്മോടുകൂടി ഇരിക്കണമെങ്കിൽ ലോകത്തിന്റെ അറ്റത്തോളം അവന്റെ സാക്ഷിയായിക്കൊണ്ട് സകല ജാതികളെയും അവന്റെ ശിഷ്യരാക്കി തീർക്കണം. ഇന്ന് ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള വേല ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലോകത്തോട് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് സമർപ്പിക്കണം. ദൈവമേ, ഒരു ഏലിയാവായി തീരുവാൻ എന്നെ സഹായിക്കണമേ. ഏലിയാവിന്റെ ശിഷ്യനായ ഏലീശയെ പോലെ ആയിത്തീരുവാൻ എന്നെ സഹായിക്കണമേ. ഏലീശ പ്രകാരം പറഞ്ഞു, ഏലിയാവിന്മേൽ പകർന്നതായിട്ടുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണമേ. അപ്പോൾ ഏലീശ മനസ്സിലാക്കിയത് ഒരൊറ്റ കാര്യമാണ്: ഈ ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ സകലതും സാധ്യമാണ്. അവൻ പ്രാർത്ഥിച്ചത് ഏലിയാവിനെ പോലെ ബുദ്ധി നൽകണമേ, ഏലിയാവിനെ പോലെ ശക്തി നൽകണമേ എന്നുള്ളതല്ല. അവൻ പ്രാർത്ഥിച്ചത് ഏലിയാവിന്മേൽ പകർന്നതായിട്ടുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകുമാറാകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവന്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലേക്ക് പകർന്നപ്പോഴാണ് മുക്കുവന്മാരായിരുന്ന ശിഷ്യന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ശ്രേഷ്ഠരായി തീരുകയും ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ അവരിൽ കൂടെ ഇടയായി തീരുകയും ചെയ്തത്. ദൈവത്തിന്റെ ആത്മാവിന് സകലതും സാധ്യമാണ്. അതുകൊണ്ടാണ് സെരുബാബേലിനോട് പറയുന്നത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ. സൈന്യത്താൽ രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല, നിന്റെ ശക്തി കൊണ്ട് നിനക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്റെ ആത്മാവിനാൽ സകലതും സാധ്യമാകുന്നു. അവന്റെ ആത്മാവുണ്ടെങ്കിൽ നമുക്ക് സകലതും സാധ്യമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്, ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. വെറുതെ ഇരുന്ന് ഉറങ്ങിയിട്ട് കടന്നു പോയതുകൊണ്ട് കാര്യമില്ല. അവനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നവരായിരിക്കണം. ആത്മാവിൽ അവനെ ആരാധിക്കുന്നവരായിരിക്കണം. സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർപ്പിട്ട് ആരാധിക്കുന്നവരായിരിക്കണം. അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരൂശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. ഹല്ലേലൂയ. സാക്ഷികളായി തീരാത്തത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് നമുക്ക് പലർക്കും അവന്റെ സാക്ഷിയായി തീരുവാൻ കഴിയാത്തത് അവന്റെ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. ദൈവവചനം പഠിപ്പിക്കുന്നത്, എന്റെ ശക്തി എന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങളുടെ മേൽ വരണമെങ്കിൽ, നമ്മുടെ മേൽ വരണമെങ്കിൽ ഏലിയാവിനെ പോലെ ഏലീശയെ പോലെ അവന്റെ ശിഷ്യന്മാരെ പോലെ അവന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ നാം താഴ്ന്നിരിക്കണം. ഇവിടെ വായിച്ചു കേട്ടത്
നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും സംഖ്യയിൽ പെരുപ്പമുള്ളവരായിട്ടല്ല, സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല, പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ബലം കൊണ്ടല്ല, നിങ്ങളുടെ പെരുപ്പം കൊണ്ടല്ല, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ദൈവം നിങ്ങളെ പ്രിയപ്പെടുവാനുള്ള കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒരു യോഗ്യതയും ഒരു നന്മയും ഒരു ശ്രേഷ്ഠതയും ഒരു കഴിവും ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. രണ്ടാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ട് മാത്രം. ഹല്ലേലൂയ. അവൻ സ്നേഹിക്കുന്ന ദൈവമാകുന്നു. രണ്ടാമത് അവൻ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തീകരിക്കുന്നവനായിട്ടുള്ള ദൈവമാണ്. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്. നാം ദൈവസന്നിധിയിൽ എപ്രകാരമായിരുന്നാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്. എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കൊണ്ടും രണ്ട് പിതാക്കന്മാരോട് ചെയ്തതായിട്ടുള്ള സത്യം പാലിക്കുന്നത് കൊണ്ടും. പിതാക്കന്മാരോട് അരുളി ചെയ്തതായിട്ടുള്ള സത്യം പാലിക്കുന്നവനായ ദൈവമാണ്. ഈ ആലയത്തിൽ അനവധി വാഗ്ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ ദാസനോട് അനവധി വാഗ്ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അത് മറന്നു പോകുന്നവനല്ല, അത് പാലിക്കുന്നവനാണ് ദൈവം. അത് നിവർത്തീകരിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ ദാസനെ പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം, ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരായിരിക്കണം. ദൈവവചനം വായിക്കുന്നു, പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റു നിന്നു. അന്നത്തെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേർ സ്നാനമേൽക്കുവാൻ രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ്? ദൈവം പറഞ്ഞതുപോലെ അവൻ നിന്നു. 2, ദൈവം പറഞ്ഞത് അവൻ പറഞ്ഞു. 3, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് നിവർത്തീകരിക്കുന്ന വാഗ്ദാനമാകുന്നു എന്നുള്ള ഉറപ്പ് അവനുണ്ടായിരുന്നു. ഒരു അറിവുമില്ല, ഒരു ബോധവുമില്ല, ഒരു കഴിവുമില്ല, ഒരു വിദ്യാഭ്യാസവുമില്ല. മീൻ പിടിക്കാൻ മാത്രം അറിയുന്നതായിട്ടുള്ള പത്രോസിൽ കൂടെ ഒറ്റ പ്രസംഗത്താൽ ഹല്ലേലൂയ യേശുവിനെ തള്ളിപ്പറഞ്ഞതായിട്ടുള്ള, പേടിച്ച് യേശുവിനെ നിന്ദിച്ചതായിട്ടുള്ള പത്രോസിൽ കൂടെ 3000 പേർ രക്ഷ പ്രാപിപ്പാനിടയായി തീർന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പിതാക്കന്മാരോട് അരുളി ചെയ്തതായിട്ടുള്ള വാഗ്ദാനം അവൻ നിവർത്തീകരിക്കുന്നവനാകുന്നു. നിനക്ക് അവരോട് സ്നേഹവും തന്റെ പിതാക്കന്മാർ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ട് മാത്രമേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായി മിസ്രൈമിൽ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. അവന് നമ്മോട് സ്നേഹമുണ്ടായിരുന്നു. 2 പിതാക്കന്മാരോട് അരുളി ചെയ്തതായിട്ടുള്ള വാഗ്ദാനം അവൻ നിവർത്തീകരിക്കുന്നവനായിരുന്നു. ആ വാഗ്ദാനം നിവർത്തീകരിക്കുവാൻ നാം അവനെ സ്നേഹിക്കുന്നവനായിരിക്കണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും എന്റെ രക്ഷകനായി, ഞാൻ അന്ത്യശ്വാസം പോകുന്നത് വരെയും. എന്നാൽ 8-ാം അധ്യായം അതിന്റെ 17-ാം 18-ഉം വാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. എന്റെ ശക്തിയും എന്റെ സമ്പത്തും ഇതൊക്കെയും ഉണ്ടാക്കി എന്ന് നീ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ഇന്ന് നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, പറയാറുണ്ട്, എന്റെ പ്രാർത്ഥന കൊണ്ടാണ് അത് സംഭവിച്ചത്, ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്, ഞാൻ ഇപ്രകാരം ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, അപ്രകാരം നീ പറയരുത്. എല്ലാം എന്റെ ദാനമാകുന്നു, എല്ലാം എന്റെ സ്നേഹമാകുന്നു, എല്ലാം എന്റെ കൃപയാകുന്നു. ഇവിടെ വായിച്ചു കേട്ടത്, എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു. നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. യഹോവയെ നീ ഓർക്കണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരും. അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകിയത്. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ ഓർക്കുന്നവനായിരിക്കണം.
എന്താണ് നാം ഓർക്കേണ്ടത്? ദൈവമാണ് എനിക്കെല്ലാം നൽകിയത്. എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ശക്തി കൊണ്ടല്ല ഞാൻ അധ്വാനിച്ചു എങ്കിൽ ആ അധ്വാനിപ്പാനുള്ള ബലം നൽകിയത് എന്റെ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞത്, ഞാൻ എല്ലാം എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. പാപിയിൽ ഒന്നാമനാണ് ഞാൻ, കൊള്ളരുതാത്തവനാണ് ഞാൻ, സഭയെ ഉപദ്രവിച്ചവനാണ് ഞാൻ, എന്നാൽ എല്ലാം എന്റെ ദൈവത്തിന്റെ ദാനമാണ്, എല്ലാം എന്റെ ദൈവത്തിന്റെ കൃപയാണ്, എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇതെല്ലാം നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യത്തിൽ നീ യഹോവയെ ഓർക്കുന്നവനായിരിക്കണം. എവിടെ നിന്നാണ് ദൈവം നിന്നെ വിളിച്ചത്? എവിടെ നിന്നാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്? ഏതവസ്ഥയിലാണ് ദൈവം ആക്കിയത്? ഇന്നായിരിക്കുന്നതായിട്ടുള്ള സ്ഥാനം എന്റെ ദൈവം തന്നതാണ്. ഇന്നായിരിക്കുന്നതായിട്ടുള്ള ഈ അനുഗ്രഹം എന്റെ ദൈവം തന്നതാണ്. അതെല്ലാം എന്റെ ദൈവത്തിന് വേണ്ടി മാത്രം, എന്റെ ദൈവത്തിന്റെ മഹത്വത്തിന് മാത്രം, എല്ലാം അവന്റെ പുകഴ്ചയ്ക്ക് മാത്രം, എല്ലാം അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഇവിടെ വായിച്ചു കേട്ടത്, അവനല്ലോ നിനക്ക് സമ്പന്നരാക്കാൻ ശക്തി തരുന്നത്, അവനല്ലോ നിനക്ക് ശക്തി നൽകുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ നശിച്ചു പോകും. ദൈവത്തിന്റെ ആലയത്തിൽ നശിച്ചു പോകേണ്ടതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. നീ മറന്നാൽ നീ നശിച്ചു പോകും. ഇന്ന് സർവശക്തനായ ദൈവത്തിന്റെ മുന്നറിയിപ്പാണ്, നീ മറക്കരുത്, നീ മറക്കരുത്. നീ മറന്നാൽ നീ നശിച്ചു പോകും. ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിച്ചത് ദൈവത്തെ നാം മറന്നു പോകേണ്ടതിനല്ല. ദൈവം നമ്മെ സ്നേഹിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചത് ഒരു ഏലിയാവായി നാം തീരേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ 1-2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, നിന്റെ കൈകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി എന്ന് നീ പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി സ്വന്തമെന്നല്ല, ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന്, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകും. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. എന്തെങ്കിലും അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ദൈവത്തിങ്കിലേക്ക് അടുത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, അത്യന്ത ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ സ്വന്തമല്ല, അത് സർവശക്തനായ ദൈവത്തിന്റെ ദാനമാണ്. അത് ഈ മൺപാത്രത്തിലാണ് ഉള്ളത്. ഈ മൺപാത്രം എന്നുള്ളത് തകർന്നു പോകുന്നതാണ്, ഉടഞ്ഞു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. അതിലേക്കാണ് ദൈവത്തിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. അത് സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത്. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾക്ക് അനവധി കഷ്ടങ്ങളുണ്ട്, അനവധി പ്രയാസങ്ങളുണ്ട്, അനവധി നിന്ദകളുണ്ട്, അനവധി ഉപദ്രവങ്ങളുണ്ട്, കള്ള സഹോദരന്മാരാലുള്ള അനവധി ആപത്തുകളുണ്ട്. എന്നാലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെടുന്നെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ ഒതുങ്ങിയിരിക്കുന്നവരല്ല, ഞങ്ങൾ അവന്റെ സാക്ഷികളാകുന്നു. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഇന്ന് നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യേണ്ടത്, കഷ്ടപ്പെടുന്നവരെങ്കിലും നാം ഇടുങ്ങിയിരിക്കുന്നവരാണോ? 2 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾക്ക് നിരാശയില്ല. കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവൻ എന്നെ അന്ത്യം വരെയും നടത്തുവാൻ മതിയായവനാകുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ വായിച്ചു കേട്ടത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപദ്രവം ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്, പക്ഷെ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നു. വീണുകിടക്കുന്നവരാണ്, പക്ഷെ ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ശരീരത്തിൽ
ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ എന്തെല്ലാം ഉപദ്രവങ്ങൾ സഹിച്ചാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നവരല്ല, ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ വീഴുന്നവരല്ല, ഞങ്ങൾ എഴുന്നേൽക്കുന്നവരാകുന്നു. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ ആത്മാവിനാൽ ഞങ്ങൾ ജീവിക്കുന്നവരാണ്. അവസാന ഭാഗത്തിൽ ഇപ്രകാരം വായിക്കുന്നു, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളെ അതിനുവേണ്ടി വിളിച്ചവരാണ്, ഞങ്ങൾ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തതാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സന്തോഷം കർത്താവിൽ മാത്രമാണ്. ഇന്ന് ഫിലിപ്പിയ സഭയോട് അപ്പോസ്തലൻ പൗലോസ് പ്രകാരം പറയുന്നു, ഒടുവിൽ എന്റെ സഹോദരന്മാരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. അതിനർത്ഥം നിങ്ങൾ കർത്താവിനെ നോക്കുന്നവരായിരിക്കണം. ബുദ്ധിമുട്ടുണ്ടാകാം, കഷ്ടതയുണ്ടാകാം, വീണുപോയെന്ന അവസ്ഥകൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടായേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. എന്നാൽ നീ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. അവൻ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതും, അവൻ നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്തതും, അവൻ നമുക്ക് വേണ്ടി ഉഴവുചാലുകൾ പോലെ കീറിമുറിക്കപ്പെട്ടതും നീ ഓർക്കുന്നവനും അതിൽ നീ സന്തോഷം കണ്ടെത്തുന്നവനുമായിരിക്കണം. ഇവിടെ വായിക്കുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ദൈവത്തിന്റെ വചനം അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, കർത്താവിൽ നീ സന്തോഷിച്ചു കൊള്ളേണം. ചുറ്റും നോക്കിയാൽ ദുഃഖങ്ങൾ അനവധി ഉണ്ടാകും. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നു, പൗലോസ് ഫിലിപ്പിയ സഭയോട് പ്രകാരം പറയുന്നു, നായ്ക്കളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളേണം, ആകാത്ത വേലക്കാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളേണം, വിച്ഛേദനക്കാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളേണം. നാമല്ലേ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എന്നാൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. എന്നാൽ നീ എല്ലാവരെയും സൂക്ഷിച്ചു ഒഴിഞ്ഞു മാറിക്കൊള്ളണം. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നീ ആരാധിക്കുകയും ജഡത്തിൽ നീ ആശ്രയം വെക്കാതിരിക്കുകയും യേശുവിൽ പ്രശംസിക്കുകയും അവനെ ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അതിന്റെ താഴ്ത്ത വാക്യത്തിൽ, പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എനിക്ക് പ്രശംസിപ്പാനും എനിക്ക് പുകഴ്വാനും അനവധി യോഗ്യതകൾ എനിക്കുണ്ട്, അനവധി കഴിവ് എനിക്കുണ്ട്, അനവധി ശ്രേഷ്ഠതകൾ എനിക്കുണ്ട്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എന്റെ എല്ലാ കഴിവും എന്ത് യോഗ്യതയും അത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ എന്റെ സർവശക്തനായ ദൈവം ഒരിക്കലും നശിക്കാത്തവനാകുന്നു. അതാണ് എന്റെ ആഗ്രഹം, അതാണ് എന്റെ ഇഷ്ടം, അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതുകൊണ്ടാണ് നാം പാടിയത്, ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ. അംഗപ്രത്യംഗമ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി. ലാഭമായി തീരും സമസ്തവും ഞാൻ നിന്റെ മുമ്പാകെ വയ്ക്കുന്നു. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം എല്ലാ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ ലാഭത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഒന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് അതിൻ്റെ താഴ്ത്ത വാക്യത്തിന് പ്രകാരം വായിക്കുന്നു,
ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേയും മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ചവറ എന്ന് എണ്ണുന്നു. എനിക്ക് കർത്താവിനോടുകൂടെ ആയിരിക്കണം, അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം, വല്ലവിധേനയും എനിക്ക് ആ പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്നെണ്ണുന്നു. ഈ ലോകവും അതിലുള്ളതൊക്കെയും ചവറാകുന്നു, അതെല്ലാം മാറ്റപ്പെട്ടു പോകുന്നതാകുന്നു, അതെല്ലാം നശിച്ചു പോകുന്നതാകുന്നു. എന്നാൽ ഒരിക്കലും നാശമില്ലാത്തവൻ, എന്നേക്കും നിലനിൽക്കുന്നവൻ, എനിക്ക് സ്വർഗരാജ്യം തരുന്നവൻ, സ്വർഗത്തിൽ എന്നെ എല്ലാ അധികാരങ്ങളോടും കൂടെ വാഴിക്കുന്നവനായ ദൈവത്തെയാണ് ഞാൻ നോക്കുന്നത്. ബാക്കിയെല്ലാം ചവറാണ്. ഹല്ലേലൂയ. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറയെന്ന് എണ്ണുന്നു. അതിന്റെ താഴ്ത്ത വാക്യത്തിൽ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. പൗലോസ് പറയുന്നു, എനിക്കെല്ലാം ലഭിച്ചു എന്നോ ഞാൻ തികഞ്ഞവനാണ് എന്നോ അല്ല. ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, തികഞ്ഞവനായി എന്ന് പറയുവാൻ എനിക്ക് സാധ്യമല്ല. എന്നെ ഒരുവൻ പിടിച്ചിരിക്കുന്നു, അവനെ പിടിക്കാമോ എന്ന് വെച്ച്, അവനെ അനുഗമിക്കാമോ എന്ന് വെച്ച് ഞാൻ അവനെ പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ യേശുവിനെ അറിയാത്തവനായിരുന്നു, യേശുവിനെ ഉപദ്രവിക്കുന്നവനായിരുന്നു, അവന്റെ സഭകളെ ഉപദ്രവിക്കുന്നവനായിരുന്നു, അവന്റെ മക്കളെ പീഡിപ്പിച്ച് കൊല്ലുവാൻ അധികാരമുള്ളവനായിരുന്നു. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിലിൽ എന്നെ പിടിച്ചവനായ ദൈവമുണ്ട്, എന്നോട് വാഗ്ദത്തം ചെയ്തവനായിട്ടുള്ള ദൈവമുണ്ട്. ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷിയായി തീരേണ്ടതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് എന്നോട് അരുളി ചെയ്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ചേർന്നുകൊണ്ട് അവനെ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടം വന്നാലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ഞാൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായി എന്നെ സ്നേഹിച്ചവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ എനിക്ക് പിടിക്കണം, ആ ദൈവത്തിന്റെ രാജ്യം എനിക്ക് പ്രാപിക്കണം, ആ ദൈവത്തിന്റെ രാജ്യം എനിക്ക് അവകാശമായി വേണം. അതുകൊണ്ട് ഈ ലോകവും അതിലുള്ളതൊക്കെയും ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറയെന്നെണ്ണുന്നു. അടുത്ത വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, ഒന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, പിമ്പിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു, മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളതൊക്കെയും മറക്കുന്നു. എന്റെ കഷ്ടത ഞാൻ മറക്കുന്നു, എന്റെ പ്രയാസങ്ങൾ ഞാൻ മറക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നവരെ ഞാൻ മറക്കുന്നു, എന്നെ പഴിക്കുന്നവരെ ഞാൻ മറക്കുന്നു, എന്നെ പീഡിപ്പിക്കുന്നവരെ ഞാൻ മറക്കുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു, മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് എനിക്ക് ക്രിസ്തു യേശുവിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അത് എന്റെ സർവശക്തനായ ദൈവത്തിന്റെ രാജ്യമാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകൊണ്ട് എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാം മറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പലതും നമുക്ക് മറക്കുവാനായിട്ട് കഴിയുന്നില്ല. പലരും പറഞ്ഞത് നാം ഓർത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്, പലതും പ്രവർത്തിച്ചത് നാം ഓർത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് മധുരപ്രതികാരം ചെയ്യുവാനുള്ള അവസരത്തിനായി നാം കാത്തിരിക്കുകയാണ്. എന്നാൽ പൗലോസ് പറയുന്നു, പിമ്പിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു, മുമ്പിലുള്ളത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ.
ഹല്ലേലൂയ. മുമ്പിലുള്ളത് എന്താണ്? അക്കരെ കാണുന്നതായിട്ടുള്ള പ്രകാശമാണ്. അധികം നല്ലതിന് സ്വർഗീയമായതിനെ തന്നെയാണ് ഞാൻ കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള നഗരമില്ല, എനിക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു പട്ടണമുണ്ട്, ഒരിക്കലും ഇറക്കി വിടാത്തതായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത്, അതിലേക്കാണ് ഞാൻ ഓടുന്നത്. എന്തെല്ലാം കഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും യാത്ര ചെയ്യും ഞാൻ, ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ, യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്കായി എൻ്റെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ഹല്ലേലൂയ. എൻ്റെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. എൻ്റെ ലക്ഷ്യം എൻ്റെ യേശുവിൻ്റെ മടിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ലക്ഷ്യം അവനോടുകൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ലക്ഷ്യം ഏതെല്ലാം പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും അവൻ്റെ ഒരു സാക്ഷിയായി തീരുക എന്നുള്ളതാണ്. എന്നെ വിളിച്ചവനായ ദൈവത്തിന്റെ ഹിതപ്രകാരം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്നെ വിളിച്ചവന്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകുക എന്നുള്ളതാണ്. ഞാൻ സ്നേഹിച്ചതായിട്ടുള്ള അനവധി പേർ എന്നെ വിട്ടുപോയാലും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് എന്നെ വിട്ടുപോയി എന്നുള്ളത്. അനവധി ദ്രോഹം ചെയ്തതായിട്ടുള്ള അനവധി പേരുടെ പേരും അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ വെളിപ്പെടുത്തുന്നു. എന്നാൽ അതൊന്നുമല്ല ഞാൻ നോക്കുന്നത്, എന്നെ വിട്ടുപോയവരല്ല ഞാൻ നോക്കുന്നത്, എന്നെ ഉപദ്രവിച്ചവരെയല്ല ഞാൻ നോക്കുന്നത്. ഒരൊറ്റ ലക്ഷ്യം മാത്രം, ഞാൻ ക്രൂശിനെ നോക്കി ഞാൻ യാത്ര ചെയ്യും. ഞാൻ അവന് വേണ്ടി യുദ്ധം ചെയ്യും, അവന് വേണ്ടി ഞാൻ ജീവൻ വയ്ക്കും. എൻ്റെ അന്ത്യശ്വാസം പോകുന്നത് വരെയും എന്നെ വിളിച്ചവനായ ദൈവത്തോടുകൂടെ ഞാൻ യാത്ര ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് അപ്രകാരം മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് അവസാന ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എനിക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ സ്വർഗരാജ്യം അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചതായിട്ടുള്ള ഏവർക്കും ലഭിക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നിങ്ങൾക്കും പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ പോലെ അവനെ മാത്രം നോക്കി അവനോടുകൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കണം. എല്ലാ ലേഖനങ്ങളിലും എല്ലാ സഭകളോടും പറയുന്നു, നിങ്ങൾ ആ രാജ്യം പ്രാപിക്കണമെന്നുള്ളത്. ആ വാഗ്ദത്ത രാജ്യം പ്രാപിക്കണം. വിടേണ്ടതിനെല്ലാം നിങ്ങൾ വിട്ടുകളയണം. നിങ്ങൾ മുന്നിലേക്ക് മാത്രമേ നോക്കാവൂ. ലാക്കിലേക്ക് നോക്കി ഓടേണം, വിരുദ്ധ പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ദൈവത്തിന്റെ ദാസന് നമ്മോട് അത് മാത്രമാണ് പറഞ്ഞത്. കർത്താവിന്റെ വരവെങ്കിൽ മുൻനിരയിൽ ഞാൻ കാണും. നിങ്ങൾ എത്ര പേർ എന്നോടുകൂടെ കാണും? അത് പ്രാപിപ്പാൻ ഞാൻ ഒരുക്കപ്പെട്ടവനാണ്. എന്റെ ലക്ഷ്യം അത് മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? എവിടേക്കാണ് നിങ്ങൾ ഓടുന്നത്? എവിടേക്കാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ എവിടെ ലക്ഷ്യം വെച്ചാലും ആ രാജ്യം പ്രാപിപ്പാൻ സാധ്യമല്ല. ലാക്കിലേക്ക് നീ നോക്കി ഓടണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായിട്ടുള്ള യേശുവിനെ നോക്കി നീ ഓടിയാൽ, ആ ലാക്കിലേക്ക് നോക്കി ഓടിയാൽ വിരുദ്ധ പ്രാപിപ്പാനായിട്ട് കഴിയും. ഇവിടെ വായിച്ചു കേട്ടത് സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ ഭുജവും മുഖപ്രകാശവും നിന്റെ മുഖപ്രകാശവും കൊണ്ട് നിനക്ക് അവരോട് പ്രീതിയുണ്ട്. നമുക്ക് വേണ്ടത് ദൈവമാണ്. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാണ്. പാട്ടുകാരൻ പാടുന്നു, എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യം.
ഞാൻ എന്നാൽ സാധ്യമെന്നുള്ളതല്ല, എൻ്റെ ദൈവത്താൽ എനിക്ക് സകലതും സാധ്യമാണ്. ആഴിയെ തുറക്കുവാൻ, അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ, ചെങ്കടലിനെ വിഭാഗിപ്പാൻ അത്ഭുത മന്ത്രിയായി അവൻ നമ്മോട് കൂടെയുണ്ട്. അവനാൽ സകലതും സാധ്യമാകുന്നു. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. അതിന്റെ താഴ്ത്ത വാക്യത്തിൽ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടവരായ കോരപുത്രന്മാർ പറയുന്നു, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. അതിന്റെ വ്യംഗ്യാർത്ഥം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് നിന്നോട് പ്രീതി ഉണ്ടായിരുന്നില്ല. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ, എന്നാൽ അവർക്ക് നിന്നോട് പ്രീതി ഉണ്ടായിരുന്നില്ല. ഇന്ന് സർവശക്തനായ ദൈവത്തോട് നാം പറയണം, ദൈവമേ, നിനക്ക് എന്നോട് പ്രീതി ഉണ്ടായിരുന്നു, എന്നാൽ നിന്നോട് എനിക്ക് പ്രീതി ഉണ്ടായിരുന്നില്ല. എന്റെ ജീവിതം ഇപ്രകാരമായി തീരുവാനുള്ള കാരണം എനിക്ക് നിന്നോട് പ്രീതിയില്ലാത്തത് കൊണ്ടായിരുന്നു. ഇന്ന് ദൈവത്തോട് സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. എഫെസോസ് സഭയെ കുറിച്ച് വായിക്കുന്നു. അതുപോലെ ഇന്ന് നാം ദൈവത്തോട് പറയേണ്ടത്, ദൈവമേ, എനിക്ക് നിന്നോട് പ്രീതി ഉണ്ടായിരുന്നില്ല. ദൈവമേ, നിന്നെ സ്നേഹിപ്പാൻ എന്നെ നീ സഹായിക്കണമേ. നിന്നേക്കാൾ അധികമായി ഈ ലോകത്തിൽ ഒന്നിനെ സ്നേഹിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ഇടവരരുതേ. പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും ശക്തിയോടും കൂടെ നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങളെ നീ അവിടുന്ന് സഹായിക്കണമേ. 43-ാം സങ്കീർത്തനം 42-ാം സങ്കീർത്തനത്തിൽ കോരപുത്രന്മാർ ഇപ്രകാരം പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മാൻ നീർത്തോടിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, അതിൽ നിന്ന് വെള്ളം കുടിപ്പാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്നോട് ചേരുവാൻ ഞാൻ കാംക്ഷിക്കുന്നു. അതിനർത്ഥം ഞങ്ങൾക്ക് ചേരുവാൻ ആരുമില്ല, ഞങ്ങളെ നടത്തുവാൻ ആരുമില്ല. ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം നിന്നോട് മത്സരിച്ച് ഭൂമി അവരെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ ഞങ്ങൾ ഒന്ന് ആഗ്രഹിക്കുന്നു, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് പ്രീതി ഉണ്ടായിരുന്നവനായിട്ടുള്ള ദൈവമേ, നിന്നോട് ചേരുവാൻ എന്നെ സഹായിക്കണമേ. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ പ്രീതിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ അനുഗമിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതേ കോരപുത്രന്മാർ 46-ാം സങ്കീർത്തനത്തിൽ പ്രകാരം വായിക്കുന്നു, ദൈവം എന്റെ സങ്കേതവും ബലവുമാകുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഞങ്ങളുടെ സങ്കേതം, ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ ദൈവം മാത്രമാണ്. കഷ്ടങ്ങളിൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത തുണ ഞങ്ങളുടെ ദൈവം മാത്രമാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിലെ വെള്ളം എരിച്ചു കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോവുകയില്ല. ആ ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിൻ്റെ മധ്യയുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ എൻ്റെ വലങ്കരത്തിൽ പിടിക്കുന്നവനാണ്, എന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നവനായ ദൈവമാണ്. നീ ലാക്കിലേക്ക് നോക്കിയാൽ, ഓടുവാൻ നീ തീരുമാനിച്ചാൽ, നിന്നെ ഓടിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. നിന്റെ വലങ്കരത്തിൽ പിടിക്കുന്നവൻ ദൈവമാണ്. വീണ് പോകുവാൻ നിന്നെ അനുവദിക്കുകയില്ല, തോറ്റു പോകുവാൻ നിന്നെ അനുവദിക്കുകയില്ല. നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ ഭയങ്കരനായ, അത്ഭുതവാനായ, സർവശക്തനായ ദൈവമാകുന്നു. പൗലോസ് ആഗ്രഹിച്ചു, അവനെ ലക്ഷ്യസ്ഥാനത്തേക്ക് ദൈവം എത്തിച്ചു. ശിഷ്യന്മാരെല്ലാവരും അപ്രകാരം ആഗ്രഹിച്ചു. അവർ ആഗ്രഹിച്ചതുപോലെ ദൈവം അവരെ എത്തിച്ചു. ദൈവത്തിന്റെ ദാസൻ അത് ആഗ്രഹിച്ചു. ദൈവം ദൈവത്തിന്റെ ദാസനെ ആ രാജ്യത്തിലേക്ക് എത്തിച്ചു. ഇനി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അത് ആഗ്രഹിക്കണമെന്നുള്ളതാണ്. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മോട് പ്രീതി, നമ്മോട് സ്നേഹം കാണിച്ചവനായിട്ടുള്ള ദൈവത്തോടുകൂടെ ഇനിയുള്ള ജീവിതയാത്ര മുന്നോട്ട് പോകണം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം നിവർത്തീകരിക്കുന്നതാണ്.
കോരപുത്രന്മാരെ പോലെ എന്തെല്ലാം മാറ്റപ്പെട്ടു പോയാലും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലും, ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടാലും, അവരെന്തെല്ലാം ചെയ്താലും ഞങ്ങൾക്ക് നോക്കുവാനുള്ളത് നിന്നെ മാത്രമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകൾ നിമിത്തമാണ് അവർ നശിച്ചു പോയത്. എന്നാൽ ഞങ്ങൾ നശിച്ചു പോകാതെ നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. നിന്നോട് ചേരുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, നിന്റെ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ജീവൻ വയ്ക്കുവാൻ, ലക്ഷ്യം വെച്ച ലാക്കിലേക്ക് നോക്കുവാൻ, ഓടുവാൻ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഒരൊറ്റ കാര്യം നാം മറന്നു പോകരുത്, നമ്മോട് ദൈവത്തിന് പ്രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇനി നശിച്ചു പോകുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കുറ്റമല്ല, നമ്മുടെ പ്രീതി ദൈവത്തോട് കുറഞ്ഞതുകൊണ്ടാണ്. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇനി നശിച്ചു പോകുന്നെങ്കിൽ ഒരേ ഒരു കാരണം. അതുകൊണ്ട് നമ്മെ സ്നേഹിച്ച ദൈവത്തെ നാം സ്നേഹിക്കുക. പൗലോസിനെ പോലെ പിമ്പിലുള്ളതൊക്കെയും മറന്നുകൊണ്ട് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ.